രക്ഷാപ്രവർത്തനം അന്വേഷണം കോടതിയിലേക്ക് കണ്ണുനട്ട് SIT. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ AD തോമസ് MLAയും അജയ് ജുവൽ കുര്യാക്കോസിനെയും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കോടതിയിൽ കണ്ണുനട്ട് SIT. പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ജില്ലാ സെഷൻസ് കോടതി നാളെ വിധി പറയാനിരിക്കുകയാണ്. അതുവരെ അറസ്റ്റോ കസ്റ്റഡിയോ പാടില്ലെന്നാണ് കോടതി നിർദ്ദേശം. വിധിയെ ആശ്രയിച്ചാകും തുടരന്വേഷണം. UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനപ്രകാരമാണ് പുനരന്വേഷണം പ്രഖ്യാപിച്ചത്. 15 ദിവസത്തിനകം അന്വേഷണ പുരോഗതി റിപ്പോർട്ടും 1 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ടും സമർപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശം. ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘം അന്വേഷണം തുടങ്ങിയതോടെ പ്രതികളായ അനിൽകുമാർ, സന്ദീപ്, ഷൈജു, വിപിൻ, അരുൺ എന്നിവർ മുൻകൂർ ജാമ്യത്തിനായി ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചു. ചുമത്തിയിരിക്കുന്നത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണെന്ന് ചൂണ്ടിക്കാട്ടി സെഷൻസ് കോടതി തീർപ്പാക്കിയതോടെ പ്രതികൾ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. ജാമ്യ ഹർജി പരിഗണിച്ച മെയ് 30 പ്രത്യേക അന്വേഷണ സംഘം വധശ്രമ കുറ്റം ചുമത്തി. പ്രതികൾ ജാമ്യത്തിനായി വീണ്ടും സെഷൻസ് കോടതിയിലെത്തി. ജൂൺ 1, 2, 3 തീയതികളിൽ വാദം കേട്ട കോടതി പ്രതികളുടെ കസ്റ്റഡിയോ അറസ്റ്റോ പാടില്ലെന്ന് നിർദ്ദേശിച്ചു. പോലീസ് ക്യാമറാമാൻ ചിത്രീകരിച്ച മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾക്കും ഫോറൻസിക് റിപ്പോർട്ടിനുമായി 6ലേക്ക് മാറ്റി. 6 ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് വിധി പറയാനായി മാറ്റിയത്. നിശ്ചയിച്ച സമയപരിധിയായ ജൂൺ 18 മുൻപ് റിപ്പോർട്ട് സമർപ്പിക്കണമെങ്കിൽ പ്രതികളുടെ മൊഴിയെടുക്കലും മർദ്ദനത്തിനുപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തലും ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കണം. കേസിൽ സാക്ഷിമൊഴികളും മറ്റ് തെളിവുകളും ശേഖരിച്ചിരുന്നു. കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചാലും പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കും. അതേസമയം ഗൺമാൻമാരെ രക്ഷിക്കാനായി കേസ് അട്ടിമറിക്കാനും തെളിവ് നശിപ്പിക്കാനും ഉന്നത തലത്തിൽ നടത്തിയ ഗൂഢാലോചനയിലേക്കും നടപടികളിലേക്കും അന്വേഷണം നീണ്ടിരുന്നു. ADGP ഓഫീസിലെ 2 ഗ്രേഡ് SIമാരുടെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി.